ഷഫീദ് റാത്തൂർ തുടർന്നു. ഷഫീദ്, രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറയുന്നത് പോലെ അതിലൊരു അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ മാർജിൻ ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഒരു ഡാമേജ് ഡണ്ണാണ് സർക്കാർ. അക്കാര്യത്തിൽ തർക്കമില്ല. കാര്യം പഴയ സൽമാൻ റഷ്ദിയും തസ്ലിമ നസ്രീനും പോട്ടെ, ഏറ്റവും പുതിയ IFFK-യിൽ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വേണ്ടി ആഞ്ഞാഞ്ഞു വാദിക്കുന്ന സർക്കാർ CPM നേതാക്കൾ ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ ആയുധമില്ലാതെ നിൽക്കായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഇത് ആർക്ക് മനസ്സിലാവുന്നു, ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നു ഈ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും ഈ വകുപ്പുകളൊക്കെ അങ്ങേയറ്റം അസംബന്ധമാണെന്ന് മനസ്സിലാവുന്ന പോട്ടെ നിയമവിദഗ്ധരൊക്കെ MR അഭിലാഷിനെ പോലുള്ള നിയമവിദഗ്ധരൊക്കെ പോട്ടെ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു സംഭവത്തിൽ ഇതിൽ ഇത്തരം വകുപ്പിട്ട് കേസെടുക്കാം എന്ന് ഉപദേശം കൊടുത്ത ആരാണ് എന്നുകൂടി കേരളത്തിന് അറിയണ്ടേ ഷഫീദ്? അഷ്മി, ഉറപ്പായിട്ടും അതൊരു രാഷ്ട്രീയ തീരുമാനമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഈ വിചിത്രമായ FIR-നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുൻപും സമാനമായി ഈ ഭരണകാലത്ത് തന്നെ വിചിത്രമായ FIR-ന്റെ പലതരത്തിലുള്ള പകർപ്പുകൾ കണ്ടിട്ടുണ്ട്. പോലീസ് മെനഞ്ഞിട്ടുള്ള കഥകൾ, തീവ്രമായിട്ടുള്ള കഥകൾ നവകേരള സദസ്സിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പാരഡി പാട്ട്, അതായത് കേവലം ഒരു പാരഡി പാട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു, അത് മതവികാരത്തെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള നീക്കം നടത്തിയെന്നൊക്കെ തരത്തിലേക്ക് ഒരു പരാതി വരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി കിട്ടിയ മുറയ്ക്ക് കണ്ണും പൂട്ടി. സാധാരണ ഒരു പരാതിയിൽ FIR എടുക്കുമ്പോഴൊക്കെ നമുക്കറിയാം എത്രത്തോളം ക്രോസ് ചെക്കിംഗ് നടക്കുമെന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. കണ്ണും പൂട്ടിയുള്ള കേസെടുക്കൽ നടന്നു. ആ കേസെടുക്കൽ പിന്നീട് പലതരത്തിലുള്ള വിവാദമായി. കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ആ പാട്ടിനെ സജീവ ചർച്ചയാക്കി. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ U-ടേൺ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. മാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൂടുതൽ നിലപാട് ചോദ്യം ചെയ്യൽപ്പെടലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് IFFK-യിൽ കേന്ദ്ര സർക്കാർ സിനിമാ സ്ക്രീനിംഗ് തടഞ്ഞതിനെതിരെ CPM-ന്റെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ നിലപാട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേവലം ഒരു പാരഡി പാട്ടിനു വേണ്ടി കേസെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സമീപനത്തെ ചോദ്യം ചെയ്യപ്പെട്ടു. അതിൽ ഭയം സംസ്ഥാന സർക്കാരിനും CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു. മുന്നണിയിലെ ചില പാർട്ടികൾ തന്നെ അക്കാര്യത്തിൽ വിയോജിപ്പുകളുണ്ട്. കാരണം ഇനിയും അടിക്കാൻ വെട്ടിവെച്ചു കൊടുക്കുന്നത് എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുന്നണിക്കുള്ളിൽ തന്നെ ഉയർന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിച്ചു എന്നുള്ളത് മാത്രമാണുള്ളത്. ഏതായാലും അതൊരു കോമഡിയായി പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, നിലവിൽ ഇപ്പോൾ ബാക്കി FIR, അതായത് നിലവിലെടുത്തിരിക്കുന്ന കേസുകളിൽ FIR-ന്റെ തുടർ പ്രൊസീജിയേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊരാകാംക്ഷയാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇനി എങ്ങനെ വിശദീകരണം നടത്തും, അതിൽ തന്നെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി ഈ വിഷയത്തിലുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവി മുഴുവൻ ഈ പാരഡിപ്പാട്ടിൽ കൊണ്ടുവയ്ക്കുകയാണോ സംസ്ഥാന സർക്കാർ, അതല്ലെങ്കിൽ CPIM അത്രയ്ക്ക് നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് CPIM താഴ്ന്നുപോയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതിനെയൊക്കെ പ്രതിരോധിക്കുക കൂടി ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധം എത്ര കണ്ട് ഫലം ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയില്ല. കേവലം ഈ തീരുമാനം കൊണ്ട് പാരഡി പാട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോറ്റിയെ കേറ്റിയെ പാട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് ഒടുങ്ങും എന്ന് കരുതാനും വയ്യ. കാരണം അത് കൂടുതൽ ചർച്ചയാകും. നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രതികരണം അത് വരും മണിക്കൂറുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഹഷ്മി, ഷഫീദ്, ഇതിൽ CPI-യുടെ ഒരു പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടില്ല. CPI എന്താണ് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പോട്ടെ, CPI അത് പറയട്ടെ. ഈ കേസിന്റെ ഈ വ്യവഹാര കാര്യത്തിലും ഇപ്പോൾ അതിൽ U-ടേൺ കാര്യത്തിലും ഷഫീദ്, നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറം ഇത് ഒരു വിശ്വാസിയുടെ വികാരം അങ്ങനെ വ്രണപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടിയും ചില നിക്ഷിപ്ത വികാരങ്ങൾ വ്രണപ്പെട്ടവർ അങ്ങേയറ്റം കമ്മ്യൂണൽ ധ്രുവീകരണത്തിലുള്ള വകുപ്പാക്കി മാറ്റാനും അങ്ങേയറ്റം വർഗീയ പ്രചരണത്തിലുള്ള വകുപ്പാക്കി മാറ്റാനും ഈ പാട്ടെഴുതിയുടെ പേരൊക്കെ വെച്ചുകൊണ്ട് എന്തൊക്കെ വൃത്തികേടാണ് ഓരോ സൈബർ പ്രൊഫൈൽ എഴുതി വിടുന്നത്. അപ്പോൾ ആ പോക്കൊരു റിഗ്രസീവ് പോക്കാണെന്നും ആ പോക്ക് അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന തിരിച്ചറിവ് കൂടി സർക്കാർ നീക്കത്തിന് പിന്നിലുണ്ടോ ഷഫീദ്? അശ്വിനി, ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ ചർച്ചയാക്കി നിർത്തുന്നത് അത് സ്റ്റേറ്റിന് ഗുണകരമല്ല എന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത്തെ ഭാഗത്ത് ഈ കേസെടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ നേരിട്ട ഒരു സാഹചര്യമല്ല. പകരം ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതിനെ ഒരു വർഗീയ ചായ്വോടുകൂടി അല്ലെങ്കിൽ ഒരു വർഗീയ രീതിയിൽ അക്കാര്യത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ സജീവമായതിന് പിന്നാലെ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാരഡി വിവാദം ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.